ആനക്കേരളത്തിലെ ഗജരാജ കുലപതിമാരിൽ ഒരുവനായ കൊമ്പൻ. ആനയെന്ന രണ്ടക്ഷരം കൊണ്ട് ആനക്കാഴ്ചകളിലൂടെ പതിനായിരങ്ങളുടെ മനസ്സിൽ ആനപ്രേമത്തിന്റെ വിത്തുപാകിയ കൊമ്പന്മാരിൽ ഒരുവൻ മംഗലാംകുന്ന് ഗണപതി. തന്റെ പാപ്പാനെ ആക്രമിക്കാൻ വന്ന കൊമ്പനെ വിരട്ടിയോടിച്ച സംഭവമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കോന്നി ആനക്കൂട്ടിൽ നിന്നും ബാലപാഠങ്ങൾ പഠിച്ച ഗണപതിയെ ബാബു നമ്പൂതിരിയാണ് ആദ്യം സ്വന്തമാക്കുന്നത്. മംഗലാംകുന്നിലെത്തിയതോടെ അവൻ ആനക്കേരളത്തിലെ സൂപ്പർ താരമായി മാറി. പൊതുവെ ശാന്ത സ്വഭാവിയായ ആനയ്ക്ക് ഭക്ഷണത്തിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റാനകൾ കഴിച്ചതിന്റെ ബാക്കി ഗണപതി കഴിച്ചിരുന്നില്ല. പാപ്പാനുമായുള്ള ഗണപതിയുടെ തീവ്രമായ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പട്ടാമ്പിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയ ഗണപതി തന്റെ ചട്ടക്കാരനെ ആക്രമിക്കാൻ വന്ന ആനയെ വിരട്ടിയോടിച്ചു. പൂക്കോടൻ ശിവനെയാണ് അന്ന് ഗണപതി വിരട്ടിയോടിച്ചത്. ശിവന്റെ പാപ്പാനായ കടുവവേലായുധൻ ഊണ് കഴിക്കുന്ന സമയം ഒരു ഉരുള ചോറെടുത്ത് രണ്ടായി ഭാഗിച്ച ശേഷം ഒരെണ്ണം ശിവന് കൊടുത്തു. മറ്റേ ഉരുളയുമായി ഗണപതിയുടെ അടുത്തെത്തി. ഉരുള വായിലേക്ക് വെക്കാൻ തുനിഞ്ഞതും ഗണപതി മുഖം തിരിച്ചു. സംഭവം എന്തെന്നറിയാതെ കടുവവേലായുധൻ അന്തം വിട്ടുനിന്നു. കടുവയെ നോക്കി ഗണപതിയുടെ ചട്ടക്കാരനായ ശങ്കരേട്ടൻ കൈ കഴുകിയില്ലേ എന്ന് ചോദിച്ചു. കടുവയ്ക്ക് കാര്യം മനസ്സിലായി. ശിവന് ഉരുള കൊടുത്ത കൈയാണ്. എച്ചിൽ കഴിക്കാൻ ആദ്യൻ തമ്പുരാനായ ഗണപതി തയ്യാറല്ലായിരുന്നു. ഇതൊക്കെ കണ്ടുനിന്ന ഗണപതിയുടെ പാപ്പാൻ ശങ്കരേട്ടൻ കടുവയുടെ കയ്യിൽ നിന്നും ഉരുള വാങ്ങി ശിവന്റെ വായിൽ വെച്ചു കൊടുത്തു. അന്ന് കാലത്ത് വളരെ ദേഷ്യക്കാരനായിരുന്നു പൂക്കോടൻ ശിവൻ. ഉരുള കിട്ടിയതും ശങ്കരേട്ടനെ ശിവൻ കൊമ്പിനടിച്ചു വീഴ്ത്തി ആക്രമിക്കാനൊരുങ്ങി. കടുവ തോട്ടിക്കുടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ശിവൻ ശങ്കരേട്ടനെ കുടഞ്ഞിട്ടു. ഈ തക്കം നോക്കി ശങ്കരേട്ടൻ പെട്ടെന്ന് തന്നെ ഓടി ഗണപതിക്കരികിൽ വന്നു നിന്നു. എന്നാൽ ശിവൻ ശങ്കരേട്ടനെ ആക്രമിക്കാനായി ഗണപതിയുടെ അരികിൽ ഓടിയെത്തി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഗണപതി ഒരു കെട്ട് പനമ്പട്ട ഒന്നാകെ വാരിയെടുത്ത് പൂക്കോടൻ ശിവന്റെ പെരുമുഖത്തേക്ക് നേരെ ആഞ്ഞടിച്ചു. ഈ സമയത്ത് കടുവവേലായുധൻ ശിവനെ തോട്ടിക്കുടക്കി തളച്ചു. തന്റെ ചട്ടക്കാരനെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ സംരക്ഷിച്ച ഗണപതിയുടെ മുൻപിൽ കടുവവേലായുധൻ പോലും ആ സമയത്ത് കൈകൂപ്പി നിന്നു.